അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവർക്ക് ഗർഭിണിയായിരിക്കുന്ന കാലത്ത് റുമ്മാമ്പഴം കഴിക്കാൻ വലിയ ആഗ്രഹമുണ്ടായി. ഈ കാര്യം മഹദി അവർകൾ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ആ കാലത്ത് റുമ്മാമ്പഴം എവിടെയും ലഭിക്കാത്ത ഒരു കാലമായിരുന്നു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആകെ വിഷമത്തിലായി. ഫാത്തിമ ബീവിയുടെ ഒരു ആഗ്രഹമാണ്. റസൂലുള്ളാഹിന്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിട്ട് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാഞ്ഞാൽ വളരെ വിഷമമാണ്. അതുകൊണ്ട് റുമ്മാമ്പഴം എവിടെയാണോ ലഭിക്കുക അതുവരെ ഞാൻ അന്വേഷിച്ച് നടക്കും എന്ന് ശപഥം ചെയ്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു എല്ലാ കടകളിലും കയറിയിറങ്ങി. ഒരു കടയിലും റുമ്മാമ്പഴം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കടകളും കുറേ ചന്തകളും കയറിയിറങ്ങി അവസാനം ഒരു കടയിൽ ഒരു റുമ്മാമ്പഴം മാത്രം കണ്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ സന്തോഷമായി. ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ ഈ റുമ്മാമ്പഴം വാങ്ങിയാൽ മതിയല്ലോ. അദ്ദേഹം ആ റുമ്മാമ്പഴം വില കൊടുത്തു വാങ്ങി. വലിയ വിലയാണ് അതിന് കൊടുക്കേണ്ടി വന്നത്. അദ്ദേഹം ആ റുമ്മാമ്പഴവുമായി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ച് വൃദ്ധനായ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ക്ഷീണിതനായ അവസ്ഥയിലാണ് അദ്ദേഹത്തെ കാണപ്പെട്ടത്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കരയുന്നത്? എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ വിഷമം? അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക് നോക്കി. അതാ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു റുമ്മാമ്പഴം. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്നെ സഹായിക്കാൻ നിങ്ങൾക്കാവും. ഞാനും നിങ്ങളും തമ്മിൽ അറിവില്ല, എങ്കിലും നിങ്ങൾ എന്നെ സഹായിക്കണം. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ എന്തു സഹായമാണ് നിങ്ങൾക്ക് നൽകേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. എൻ്റെ ഭാര്യയ്ക്ക് റുമ്മാമ്പഴം തിന്നാൻ വലിയ ആഗ്രഹം. എൻ്റെ ഭാര്യ ഞാൻ റുമ്മാമ്പഴമായി ചെന്നിട്ടില്ലെങ്കിൽ എന്നോട് പിണങ്ങുകയും ചെയ്യും. ഞാനാണെങ്കിൽ എവിടെ നിന്നും ഒരു റുമ്മാമ്പഴം കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ആ റുമ്മാമ്പഴം എനിക്ക് നൽകൂ. അലി റളിയല്ലാഹു അൻഹു അല്പനേരം ആലോചിച്ചു. പിന്നീട് അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ആ റുമ്മാമ്പഴം ആ വൃദ്ധന് നൽകി വീട്ടിലേക്ക് മടങ്ങി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 10 റുമ്മാമ്പഴവുമായിട്ട് ഹാജരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, ഇന്നെന്താ റുമ്മാമ്പഴവുമായിട്ട്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ ഒരു സമ്മാനമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സമ്മാനമോ? അതെ, ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് അലിക്കുള്ളതാണ്. നിങ്ങളുടെ മരുമകനായ അലിക്കുള്ളതാണിത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാര്യങ്ങളെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാം വിവരിക്കുകയുണ്ടായി. ഞാൻ ഒരു വൃദ്ധൻ്റെ കോലത്തിൽ വേഷം മാറി അലിയെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ഞാൻ വഴിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഒരു റുമ്മാമ്പഴം ചോദിച്ചു. അദ്ദേഹം അത് എനിക്ക് തന്നു. അത് ഇഷ്ടപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് 10 റുമ്മാമ്പഴവുമായിട്ട് എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ റുമ്മാമ്പഴം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. എന്നാൽ ഹാരിസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹം ഒരു റുമ്മാമ്പഴം എടുത്തു മാറ്റി. ബാക്കി 9 റുമ്മാമ്പഴങ്ങളുമായി ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞ്
വീടിൽ മുട്ടി വിളിച്ചു. അലി റളിയല്ലാഹു അൻഹു വഅലൈക്കും അസ്സലാം എന്ന് സലാം മടക്കി പുറത്തിറങ്ങി നോക്കുമ്പോൾ ഫാരിസ് റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വീട്ടിൽ കയറ്റി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനവുമായിട്ടാണ് വന്നിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ സമ്മാനം. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിൻ്റെ സമ്മാനമോ? അതെന്താണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നു കൊടുത്ത 9 റുമ്മാമ്പഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നുവിട്ടിട്ടുണ്ട്. ആ സമ്മാനവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഉടനെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, 9 റുമ്മാമ്പഴമോ? എങ്കിൽ അതെനിക്ക് വേണ്ട, അത് അള്ളാഹുവിൻ്റേതല്ല, അള്ളാഹു അങ്ങനെ കൊടുത്തയക്കുകയില്ല. അപ്പോൾ ഫാരിസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? അള്ളാഹു തആല 9 റുമ്മാമ്പഴം തരില്ല എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക് തെറ്റിക്കുന്നവനല്ല. ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലമാണ് അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ 1 റുമ്മാമ്പഴമാണ് കർമ്മം ചെയ്തത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സമ്മാനം അതിന് 10 റുമ്മാമ്പഴങ്ങളായിരിക്കും. അത് 9 ആണെങ്കിൽ അത് അള്ളാഹുവിൻ്റേതായിരിക്കില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഫാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ തമാശയ്ക്ക് വേണ്ടി 1 റുമ്മാമ്പഴം എടുത്തു മാറ്റിയതാണ്. 10 റുമ്മാമ്പഴം തന്നെയാണ് അള്ളാഹു തആല നിങ്ങൾക്ക് കൊടുത്തയച്ചിട്ടുള്ളത് എന്ന് പറയുകയും 10 റുമ്മാമ്പഴങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന് നൽകുകയും ചെയ്തു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വാക്ക് ഒരിക്കലും തെറ്റുകയില്ല. അവൻ നമ്മോട് പറഞ്ഞത്, ഒരു നന്മ ചെയ്താൽ അതിന് 10 പ്രതിഫലം നൽകുമെന്നാണ് അള്ളാഹുവിൻ്റെ വാക്ക്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ചാനൽ വീക്ഷിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.